ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ GDSSനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് GDSS. അപ്പോൾ നമുക്കറിയാം ബിസിനസ് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഡിസിഷൻ മേക്കിംഗ് ആവശ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും വേണ്ടി വരിക. മീൻസ് ഓർഗനൈസേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് പുതിയ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഓൾറെഡി വരുന്ന പ്രോബ്ലം, ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ബേസിൽ മോഡൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഓർഗനൈസേഷന്. പക്ഷേ പ്രോബ്ലം പുതിയതാണ്, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ അതിൽ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ ഇൻറ്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആണ്. ഒരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു ഫെസിലിറ്റേറ്റ് സൊല്യൂഷൻ ടു അൺസ്ട്രക്ചേർഡ് പ്രോബ്ലംസ് ബൈ എ സെറ്റ് ഓഫ് ഡിസിഷൻ മേക്കേഴ്സ് വർക്കിംഗ് ടുഗെദർ ആസ് എ ഗ്രൂപ്പ്. അപ്പോൾ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബിസിനസ് പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഒരു മാനേജർക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചിലപ്പോൾ ഡിസിഷൻസ് എടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. അങ്ങനെ ആവുന്ന സമയത്ത് ഡിസിഷൻ മേക്കേഴ്സിന് ഒന്നിച്ചിരുന്നിട്ട് ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്ത് സെറ്റ് ഓഫ് ഡിസിഷൻ മേക്കേഴ്സ് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട് വേണം അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ് ഒരു ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള GDSS എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പെഷ്യൽ കോൺഫറൻസ് ഹാളുകളിലായിരിക്കും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായിരിക്കാം. വേർ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആർ നെറ്റ്വർക്ക്ഡ് ടു ഈച്ച് അതർ ആൻഡ് എ ഷെയർഡ് ഡിസ്പ്ലേ സ്ക്രീൻ അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദി ഹാൾ. അപ്പം പേഴ്സണൽ ആയിട്ടുള്ള കുറേ കമ്പ്യൂട്ടേഴ്സ് മീൻസ് ഡിസിഷൻ മേക്കിങ്ങിന് നമ്പർ ഓഫ് ഡിസിഷൻ മേക്കേഴ്സിൻ്റെ സാമീപ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ കമ്പ്യൂട്ടേഴ്സിനെ നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു കോൺഫറൻസ് ഹാളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള GDSSുമായിട്ട്. അതുപോലെ തന്നെ അതിനടുത്തായിട്ട് എന്തുണ്ടാവും? ഷെയർഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സ്ക്രീൻ ഉണ്ടായിരിക്കും ഹാളിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ആ സ്ക്രീൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഈച്ച് പാർട്ടിസിപ്പൻറ്റ് ക്യാൻ യൂസ് his local computers and can display the material on the central screen to share with others. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ സെൻട്രലി ഫിക്സ് ചെയ്തിട്ടുള്ള ഈ സ്ക്രീനിൽ മീൻസ് കോൺഫറൻസ് ഹാളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു വലിയ സ്ക്രീനിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ഡിസിഷൻ മേക്കേഴ്സും അവരുടെ ലോക്കൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ സെൻട്രൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ അവർക്ക് അവരുടെ സ്ഥലത്ത് നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാനും അതുപോലെ തന്നെ അവരുടെ മെറ്റീരിയൽസ് ഷെയർ ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ ഷെയർ ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് വൺ ആണ് ഹൈ ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ ഹൈ ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ മീൻസ് എന്താണ്? എക്സിക്യൂട്ടീവ്സിനിടയിൽ ഡിസിഷൻ മേക്ക് ചെയ്യേണ്ട എക്സിക്യൂട്ടീവ്സിനിടയിൽ എന്തുണ്ടാവും? നല്ല രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. ഓൾ മാനേജേഴ്സ് ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ദെയർ ഐഡിയാസ് ടു സോൾവ് പ്രോബ്ലംസ്. അപ്പം എല്ലാ മാനേജേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും? ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അവിടെയുള്ള ഡിസ്കഷൻസിലും. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഹൈ ലെവൽ ഓഫ് ഇൻട്രാക്ഷൻസ് ആണ്. ഡിസിഷൻ മേക്കേഴ്സിനിടയിൽ അല്ലെങ്കിൽ എന്താണ് എക്സിക്യൂട്ടീവ്സിനിടയിൽ നല്ല രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി GDSSന് സാധിക്കും. ദെൻ സെക്കൻഡ് ഫീച്ചറാണ് ക്രിറ്റിസിസം ഫ്രീ ഐഡിയ ജനറേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ ഐഡിയാസ് ആർ ജനറേറ്റഡ് വിത്തൗട്ട് മേക്കിംഗ് ക്രിറ്റിസിസം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാം. പക്ഷേ എന്താണ്? ക്രിറ്റിസിസത്തിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ക്രിറ്റിസിസം ഫിയർ ചെയ്യാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പേടിക്കാതെ തന്നെ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. ദാറ്റ് മീൻസ് എന്താണ്? ഐഡിയാസ് ആർ ഇവാലുവേറ്റഡ് സിംപ്ലി ഓൺ ദ മെറിറ്റ് ഓഫ് ഐഡിയ ബട്ട് നോട്ട് ഓൺ ദ സോഴ്സ് ഓഫ് ദിസ് ഐഡിയ. അപ്പം നമുക്ക് ഓരോ ഐഡിയാസ് ഓരോ എംപ്ലോയി കൊടുക്കുന്ന സമയത്തും അതിൻ്റെ മെറിറ്റ് എന്താണെന്ന് നോക്കിയിട്ടാണ് അത് അവിടെ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ആരാണ് ഈ ഒരു ഐഡിയ വെച്ചിട്ടുള്ളത് അയാളുടെ ഫുള്ളായിട്ടുള്ള അയാളുടെ ആ ഒരു കോൺഫിഡൻസിൽ ഡിസിഷൻസ് എടുക്കുകയല്ല ചെയ്യുക, അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മേലിൽ ക്രിറ്റിസിസം ഉണ്ടാവില്ല. ഇവിടെ ബെസ്റ്റ് ഐഡിയാസ് ചൂസ് ചെയ്തിട്ടാണ് ഇവിടെ സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് ക്രിറ്റിസിസം ഫ്രീ ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ആണ്. ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിലെ എല്ലാ മെമ്പേഴ്സിനും
ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ലഭിക്കുന്നത് ടു ആക്സസ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫോർമേഷൻ. ഇൻറ്റേർണൽ ആയിട്ടുള്ളയും എക്സ്റ്റേണൽ ആയിട്ടുള്ളയും എല്ലാ ഇൻഫോർമേഷൻസ് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിലൂടെ തന്നെ എന്താ ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ടീവ്സിന് അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാം ക്ലിയർ ആയിട്ട്. അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവരുടെ വ്യൂസിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും വേണ്ടി സാധിക്കും. അത് GDSSൻ്റെ ഫീച്ചറാണ്, അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ദെൻ സ്റ്റോർഡ് ഇൻഫർമേഷൻ ആണ് പറയുന്നത്. ഒരു പ്രോബ്ലത്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും എല്ലാ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലേക്കും അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ഈവൻ ഇഫ് എ മെമ്പർ ഈസ് ആബ്സെൻറ്റ് ഫ്രം ഡിസ്കഷൻ. ഇപ്പോൾ GDSSൽ ഒരു മെമ്പർ എന്ത് ചെയ്യുന്നു, ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ആബ്സെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ നെറ്റ്വർക്കുമായിട്ട് ഓൾറെഡി കണക്റ്റഡ് ആണ്, ഇൻഫർമേഷൻസ് അവൈലബിളും ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഹി ക്യാൻ ഇവാലുവേറ്റ് ദ പ്രോബ്ലം ആൻഡ് മേക്ക് ഹിസ് ഓൺ കോൺട്രിബ്യൂഷൻ ടു സെറ്റിൽ ദ പ്രോബ്ലം. ഇപ്പോൾ ഡിസ്കഷൻ്റെ ആ സമയത്ത് അവരില്ലെങ്കിൽ കൂടി എന്താണ്, അവർക്ക് ആ പ്രോബ്ലത്തിനെ പിന്നീട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആ ഒരു പ്രോബ്ലത്തിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് ആണ് ഡിസിഷൻ ഓൺ പ്രയോറിറ്റീസ് ആണ്. ഡിസിഷൻ ഓൺ പ്രയോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇറ്റ് ഈസ് ഈസി ടു ഡയറക്റ്റ് ഡിസ്കഷൻ ടുവേർഡ്സ് എ പെർട്ടിക്കുലർ ഗോൾ സിൻസ് പ്രയോറിറ്റീസ് ആർ ഓൾറെഡി സെറ്റ് ഇൻ കണക്ഷൻ വിത്ത് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ഫാക്ടേഴ്സിൻ്റെയും പ്രയോറിറ്റീസ് എന്താണ്, ഏതൊക്കെയാണ് മറ്റേതിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതിൻ്റെ പ്രയോറിറ്റി എന്താണെന്നുള്ള കാര്യം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പ്രയോറിറ്റി നോക്കിക്കൊണ്ട് ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ഓർഡറിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കഷൻസ് നടത്തിക്കൊണ്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഡിസിഷൻ ഓൺ പ്രയോറിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈച്ച് മെമ്പർ കോൺട്രിബ്യൂട്ട്സ് ഹിസ് ഐഡിയ ടു സോൾവ് ദ പ്രോബ്ലം ഓൺ ദ ബേസ് ഓഫ് പ്രയോറിറ്റീസ്. അപ്പം ആ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ പ്രയോറിറ്റി അനുസരിച്ചിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പം പ്രയോറിറ്റി ഏതിനാണ് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഐഡിയാസ് മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് GDSS എന്ന് പറയുന്നത്. ഹൈ ലെവൽ ഇൻട്രാക്ഷൻ ആണ്, എംപ്ലോയീസിനിടയിൽ അല്ലെങ്കിൽ മെമ്പേഴ്സിനിടയിൽ നല്ല രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ക്രിറ്റിസിസം ഫ്രീ ഐഡിയ ജനറേഷൻ ആണ്. അപ്പം മെമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാം. ഐഡിയാസ് മെറിറ്റിൻ്റെ ബേസിലാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ മെറിറ്റിൻ്റെ ബേസിലാണ് അതിനെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ക്രിറ്റിസിസം ഇല്ലാതെ തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ക്രിറ്റിസിസം ഫ്രീ ആയിട്ട് അവർക്ക് അവരുടെ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ദെൻ അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ആണ്, എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫർമേഷൻസും അവൈലബിൾ ആയിരിക്കും. ദെൻ സ്റ്റോർഡ് ഇൻഫർമേഷൻ ആണ്, ഏതെങ്കിലും ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും എംപ്ലോയി ആബ്സെൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ ഡിസ്കഷനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും എന്ത് ചെയ്തിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്ക് വഴി അദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ പറ്റും. അതിലൂടെ എന്താണ്, ആ ഒരു സ്റ്റോർഡ് ഇൻഫർമേഷനിലൂടെ അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഇവാലുവേഷൻ നടത്താൻ കഴിയേ അയാൾക്ക് അയാളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഡിസിഷൻസ് GDSSൽ ചെയ്യുന്നത് പ്രയോറിറ്റീസിൻ്റെ ബേസിലാണ്. പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ പ്രയോറിറ്റി ബേസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ മെമ്പേഴ്സും ഈ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഡിസിഷൻ മേക്കിംഗ് നടക്കുകയും ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പോണൻറ്റ്സ് ഓഫ് GDSS ആണ്. അപ്പം GDSSൻ്റെ കോമ്പോണൻസിൽ വരുന്നതാണ് ഡിസിഷൻ മേക്കർ വരും, ഡാറ്റാ ബേസ് ഓർ മോഡൽ ബേസ് വരുന്നുണ്ട്, ദെൻ ഗ്രൂപ്പ് വെയർ. ഇത്രയാണ് കോമ്പോണൻറ്റ്സ് ഓഫ് GDSS എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ഡിസിഷൻ മേക്കേഴ്സ്. അപ്പോൾ GDSSൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻ്റ് ആണ് GDSS എന്താണ് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് ആരാണ്, ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഡിസിഷൻസ് കളക്റ്റീവായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ കളക്റ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വന്നിട്ടുള്ള എല്ലാ മെമ്പേഴ്സും ചേർന്നതാണ് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈച്ച് മെമ്പർ കോൺട്രിബ്യൂട്ട്സ് ഹിസ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ അറൈവിങ് ഡിസിഷൻസ്. അപ്പോൾ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ മെമ്പേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ നോളജും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ ഐഡിയാസ് ഓഫ് ഓൾ മെമ്പേഴ്സ് ആർ കൺസിഡേർഡ് ആൻഡ് ഇവാലുവേറ്റഡ് ഫോർ മേക്കിംഗ് ഡിസിഷൻസ് ദാറ്റ് അൾട്ടിമേറ്റ്ലി ബ്രിങ് സ്ട്രോങ് ആൻഡ് വൈസ് ഡിസിഷൻസ്. അപ്പോൾ പറയുന്നതാണ് GDSSലെ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്ന ആരാണ്, GDSSൻ്റെ മെമ്പേഴ്സാണ്. അവരുടെ എല്ലാ ഐഡിയാസ് കൺസിഡർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നല്ല രീതിയിലുള്ള സ്ട്രോങ് ആൻഡ് വൈസ് ഡിസിഷൻസ് GDSS എടുക്കുന്നത്. ഇതിന് അടുത്ത കോമ്പോണൻ്റ് ആണ് ഡാറ്റാ ബേസ് ഓർ മോഡൽ ബേസ്. അപ്പോൾ ഡാറ്റാ ബേസ് എന്ന് പറയുന്നത് എന്താണ്, വി യൂസ് ഡാറ്റാ ബേസ് ആൻഡ് മോഡൽസ് ബേസ് ടു എക്സ്ട്രാക്ട് ഡാറ്റ ആൻഡ് ടു അനലൈസ് ദ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയെ എക്സ്ട്രാക്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു എടുത്തിട്ടുള്ള ഡാറ്റയെ അനലൈസ് ചെയ്താൽ മാത്രമേ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡാറ്റയെ എക്സ്ട്രാക്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്, ഡാറ്റാ ബേസിൽ നിന്നാണ്. മോഡൽ ബേസുകൾ യൂസ് ചെയ്തിട്ടാണ് അതിന് പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് നമുക്ക് നടത്താൻ കഴിയുക. അപ്പോൾ
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു GDSSൽ ഡിസിഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്ലേസിലുള്ള ആളുകളല്ല, അവർ പല സ്ഥലങ്ങളിൽ നിന്നിട്ട് അവരുടെ ലോക്കൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് സെൻട്രലി കണക്റ്റഡ് ആയിട്ടുള്ള GDSSുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് എന്ത് വേണം? ഡാറ്റാ ബേസ് വേണം, അല്ലെങ്കിൽ എന്താണ് ഡാറ്റാസ്, എല്ലാ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡാറ്റാസും അവൈലബിൾ ആയിരിക്കണം. അങ്ങനെ സ്കാറ്റേർഡ് ആയി കിടക്കുന്ന ഡിസിഷൻ മേക്കേഴ്സിന് ഡാറ്റ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഡാറ്റാ ബേസ് വേണം. അപ്പോൾ എന്താണ് ഓർക്കുക? ഡാറ്റാ ബേസ് നീഡ് ടു ബി സെറ്റപ്പ് ഫെസിലിറ്റേറ്റ് ഈസി ആക്സസ് ഓഫ് ഡാറ്റ ടു ഓൾ ഡിസിഷൻ മേക്കേഴ്സ്. എല്ലാ ഡിസിഷൻ മേക്കേഴ്സിനും അവർക്ക് ആവശ്യമുള്ള ഡാറ്റ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GDSS ഡാറ്റാ ബേസ് സെറ്റ് ചെയ്യുന്നത്. അതിലൊരുപാട് മോഡൽ ബേസുകളും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് കോമ്പോണൻ്റ് ആണ് ഗ്രൂപ്പ് വെയർ ആണ്. അപ്പോൾ ഗ്രൂപ്പ് വെയർ എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ്വെയറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഗ്രൂപ്പ് വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ എന്താണ്? മേ ഇൻക്ലൂഡ് ഓൾ ദ ഫെസിലിറ്റീസ് ടു ജനറേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ചേർന്നതാണ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർസിനെയാണ് ഒന്നിച്ച് ഗ്രൂപ്പ് വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് വെയർ എന്ന് പറയാനുള്ള കാരണം എന്താണ്? എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഉണ്ട്. എന്താണ്? ഇൻഫർമേഷൻസ് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഐഡിയാസ് ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആയതുകൊണ്ടാണ് ഗ്രൂപ്പ് വെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് വെയറിന് ഒരു എക്സാമ്പിളാണ് 1988 ലോട്ടസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള നോട്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വെയർ. അപ്പം ഈ ഒരു നോട്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വെയർ എന്തുണ്ട്? ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. സച്ചസ് എന്താണ്? ഇലക്ട്രോണിക് മെയിൽ ഉണ്ട്, ഫാക്സ്, വോയിസ് മെസ്സേജിങ്, ഇൻ്റർനെറ്റ് ആക്സസ്, വീഡിയോ കോൺഫറൻസിങ്, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഈ നോട്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വെയർ യൂസ് ചെയ്ത് ചെയ്യാൻ കഴിയുന്നു. അപ്പം ഒരു GDSS പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഗ്രൂപ്പ് വെയർ വേണം, മീൻസ് എ സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് വേണം. അത് ഫെസിലിറ്റേറ്റ് ചെയ്യണം എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷൻ ഷെയറിങ്ങും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന രീതിയിലുള്ള ഗ്രൂപ്പ് വെയർസും ആവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് കോമ്പോണൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ്. ഗ്രൂപ്പ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത്, അപ്പം ഇൻഡിവിജ്വൽ ഡിസിഷനല്ല, ഗ്രൂപ്പായിട്ട് ഒരുപാട് ആളുകൾ ഇൻട്രാക്ട് ചെയ്ത് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. ഫസ്റ്റ് ടെക്നിക്കാണ് ബ്രെയിൻ സ്റ്റോമിങ്. അപ്പം ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് വൈഡ്ലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റിമുലേറ്റ് ഐഡിയാസ് ജനറേഷൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് എന്തുണ്ട്? ഒരുപാട് ഐഡിയാസ് ആവശ്യമുണ്ട്, എല്ലാ മെമ്പേഴ്സിൻ്റെയും ഐഡിയാസ് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്രെയിൻ സ്റ്റോമിംഗ് സെക്ഷനിൽ എ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് പാർട്ടിസിപ്പൻസ് ഹു ആർ കണക്റ്റഡ് വിത്ത് ദ പ്രോബ്ലം ഡയറക്ട്ലി ഓർ ക്ലോസ്ലി മീറ്റ്സ് ടുഗെദർ. അപ്പം ബ്രെയിൻ സ്റ്റോമിംഗ് സെക്ഷനിൽ എന്താ നടക്കുന്നത്? ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഇവരെന്ത് ചെയ്യാണ്? ഡയറക്ട്ലി എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ ക്ലോസ്ലി അവർ മീറ്റ് ചെയ്യാണ്. അവർ മീറ്റ് ചെയ്തതിന് ശേഷം എന്താണ്? ദ പ്രോബ്ലം ഈസ് ഗിവൺ. അവർക്കൊരു പ്രോബ്ലം കൊടുക്കും, ഈ ഒരു ഗ്രൂപ്പിന് ഒരു പ്രോബ്ലം കൊടുക്കും. ആൻഡ് ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അവർക്ക് പ്രോബ്ലം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? ഈച്ച് മെമ്പർ ഈസ് ഗിവൺ ഫുൾ ഫ്രീഡം ടു എക്സ്പ്രസ് ഹിസ് ഐഡിയ ടു സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ ഓരോ മെമ്പേഴ്സിനും എന്തുണ്ട്? കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുകയാണ്. അവർക്ക് എന്ത് ഐഡിയ വേണമെങ്കിലും ഈ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ്? ഫുള്ളായിട്ടുള്ള ഫ്രീഡം കൊടുക്കുകയാണ്. മെമ്പേഴ്സ് ആർ അലൗഡ് ടു കോൺട്രിബ്യൂട്ട് ദെയർ ഐഡിയാസ് ഫ്രീലി വിത്തൗട്ട് കൺസിഡറിങ് ഇറ്റ്സ് മെറിറ്റ് ഓർ എനി കൺസ്ട്രെയിൻസ്. അപ്പോൾ എംപ്ലോയീസിന് എന്ത് ചെയ്യാം? നല്ല ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം? അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, അവരുടെ ഐഡിയാസ് എന്താണെന്നുള്ള കാര്യം പറയാം. അപ്പോൾ കൺസ്ട്രെയിൻസ് ഉണ്ടോ, മീൻസ് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, ഐഡിയ എന്താണ് പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും അവർ അറിയേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് അവരുടെ ഐഡിയാസ് പറയാം. അപ്പോൾ ഇങ്ങനെ ഐഡിയാസ് പറയുന്ന സമയത്ത് ഒരിക്കലും ക്രിറ്റിസിസം അലൗ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ക്രിറ്റിസിസംസ് ഓൺ ദ ഐഡിയാസ് എക്സ്പ്രസ്ഡ് ബൈ അതേഴ്സ് ആർ ഓൾസോ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. ഓർക്കുക, ഐഡിയാസ് പറയുന്ന സമയത്ത് ഈ ഐഡിയക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഐഡിയാസ് പറഞ്ഞ് എല്ലാ ഐഡിയാസും കിട്ടുന്നതുവരെ ഒരാളും എന്ത് ചെയ്യില്ല? അയാളെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ഫ്ലോ ഓഫ് ഐഡിയാസ് ആണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ഫ്ലോ ഓഫ് ഐഡിയാസ് ആണ്, ഒരാളുടെ മനസ്സിലുള്ള എല്ലാ ഐഡിയാസും എന്ത് ചെയ്യാണ്? ഫ്രീലി ആ ഒരു ഗ്രൂപ്പിലേക്ക് എത്തുകയാണ്. അതിനുശേഷം എന്താണ്? ഏറ്റവും നല്ല ഐഡിയ, യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയാസിനെ വെച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സെഷനാണ് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ എന്ന് പറയുന്നത്.
അപ്പം ഇത്തരം ഐഡിയാസ് എന്ന് പറയുന്നത് എന്താണ്, മൈറ്റ് ബി യൂസ്ഫുൾ ഈവൻ ഇൻ സോൾവിങ് ഗ്രേ പ്രോബ്ലംസ്. മറ്റുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഐഡിയാസ്, ഇപ്പം ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഐഡിയാസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ എന്താണ്, എല്ലാ ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ് ഉണ്ടാവും, അവർക്കൊരു പ്രോബ്ലം കൊടുക്കും. ആ പ്രോബ്ലം അവർ സോൾവ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും അവരുടെ ഐഡിയാസ് പറയും. ആ ഐഡിയാസ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് അവർക്ക് നല്ല ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഐഡിയാസ് പറയുന്ന സമയത്ത് ആരും ക്രിട്ടിസൈസ് ചെയ്യില്ല. ലാസ്റ്റ് എല്ലാവരുടെയും ഐഡിയാസ് കേട്ടതിന് ശേഷം അതിൽ നിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, നമുക്ക് വേണ്ട രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കുക. അതാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. അടുത്ത ടെക്നിക്കാണ് നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്കാണ്. അപ്പോൾ നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്ക് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് മീറ്റിംഗ് ആണ്, വിച്ച് റെസ്ട്രിക്ട്സ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എമംഗ് മെമ്പേഴ്സ് ഡ്യൂറിങ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പം നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് മീറ്റിംഗ് ആണ്. അവിടെ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് മെമ്പേഴ്സിനിടയിൽ എന്തുണ്ടാവില്ല, വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവില്ല ഡിസിഷൻ മേക്കിംഗ് നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ആർ ആസ്ക്ഡ് ടു റൈറ്റ് ഡൗൺ ദെയർ ഒപ്പീനിയൻ ഇൻഡിപെൻഡൻ്റ്ലി. അപ്പം നമ്മൾ പറഞ്ഞതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഇല്ല. അപ്പം അവരെങ്ങനെ ഡിസിഷൻ എടുക്കുന്നത്, ഗ്രൂപ്പായിട്ടാണ് അവർ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പായിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരോടും പറയുന്നത് എന്താണ്, നിങ്ങളുടെ ഒപ്പീനിയൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുക, റൈറ്റ് ഡൗൺ ചെയ്യാനാണ് പറയുന്നത്, എഴുതി വെക്കാനാണ് പറയുന്നത്. ആഫ്റ്റർ കളക്ടിങ് ദ റിട്ടേൺ ഐഡിയാസ്, അപ്പോൾ ഇങ്ങനെ എല്ലാവരോടും എഴുതാൻ പറയും. അങ്ങനെ റിട്ടേൺ ഐഡിയാസ് കളക്ട് ചെയ്യും എല്ലാ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഫോർ ഓപ്പൺ ഡിസ്കഷൻ ആൻഡ് ഇവാലുവേഷൻ. അതിനുശേഷം എന്ത് ചെയ്യും, അത് ഓപ്പൺ ഡിസ്കഷന് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് ഓപ്പൺ ഡിസ്കഷൻ ആൻഡ് ഇവാലുവേഷന് വെച്ചിട്ടുള്ള ഈ ഒരു ഐഡിയാസിനെ റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐഡിയാസ് വിൽ ബി റാങ്ക്ഡ് ആൻഡ് ഫൈനൽ ഡിസിഷൻ ഈസ് അറൈവ് ഓൺ ദ ബേസ് ഓഫ് റാങ്കിങ്. അപ്പോൾ ഈ ഡിസ്കഷനിൽ വന്നിട്ടുള്ള ഓരോ ഐഡിയാസിനും കിട്ടുള്ള റാങ്ക് നോക്കും. ആ റാങ്കിൻ്റെ ബേസിലാണ് ഡിസിഷൻസ് എടുക്കുന്നുണ്ടായിരിക്കാം. അടുത്ത ടെക്നിക്കാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ദർ വിൽ നോട്ട് ബി എനി ഫോർമൽ മീറ്റിംഗ് ഓഫ് ദി പാർട്ടിസിപ്പൻസിനിടയിൽ എന്തുണ്ടാവില്ല, യാതൊരു രീതിയിലുള്ള ഫോർമൽ മീറ്റിംഗ്സ് ഉണ്ടായിരിക്കില്ല. അതിന് പകരം എന്താണ്, ഇൻസ്റ്റെഡ് പാർട്ടിസിപ്പൻസ് ഓഫ് ദ ഡിസിഷൻ മേക്കിംഗ് ആർ ആസ്ക്ഡ് ടു ഫിൽ അപ്പ് ക്വസ്റ്റ്യനെയർ ആൻഡ് ദേ സെൻഡ് ഇറ്റ് ത്രൂ പോസ്റ്റ്. അപ്പം ഓരോ പാർട്ടിസിപ്പൻസിനോടും പറയുന്നത് ഡയറക്റ്റായിട്ട് മീറ്റിംഗ് ഒന്നുമില്ല, അവർക്ക് ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കും. ആ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി സെൻഡ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജനറലി ഈ ക്വസ്റ്റ്യനെയർ ഡിസൈൻ ചെയ്യുന്നത് ബൈ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്. ഇനി റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്, ലാർജ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് റെസ്പോൺസ് വാങ്ങിക്കുന്നുണ്ടായിരിക്കും. ഇനി ഇങ്ങനെ വാങ്ങിക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ ടാബുലേറ്റ് ചെയ്യും. റെസ്പോൺസസ് ആർ ദെൻ ടാബുലേറ്റഡ് ആൻഡ് ഓൺ ദാറ്റ് ബേസിസ് ക്വസ്റ്റ്യനെയർ ഈസ് റിവൈസ്ഡ്. അപ്പം നമ്മൾ റെസ്പോൺസിനെ ടാബുലേറ്റ് ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യാണ്, ഈ റെസ്പോൺസ് നോക്കിക്കൊണ്ട് ക്വസ്റ്റ്യനെയർ വീണ്ടും റിവൈസ് ചെയ്യും. ഇങ്ങനെ റിവൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനെയർ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും സെവറൽ റൗണ്ട്, ഒരുപാട് റൗണ്ട് എന്ത് ചെയ്യും, വീണ്ടും ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്തിട്ട് പാർട്ടിസിപ്പൻസിന് അവരുടെ ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ ലാസ്റ്റ് കൺക്ലൂഷനിലെത്തുക. ഇതാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽഫി മെത്തേഡ് അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമൽ മീറ്റിംഗ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. പാർട്ടിസിപ്പൻസിന് ക്വസ്റ്റ്യനെയർ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യനെയർ സെൻഡ് ചെയ്ത് അവരുടെ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ആ റെസ്പോൺസിനെ വാലിഡേറ്റ് ചെയ്ത് ക്വസ്റ്റ്യനെയർ റിവൈസ് ചെയ്ത് വീണ്ടും അവർക്ക് തന്നെ അയക്കുന്ന സമയത്ത് അതിൻ്റെ റെസ്പോൺസ് കിട്ടും. അങ്ങനെ സെവറൽ റൗണ്ട്സ് റിവൈസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അയച്ചും വാങ്ങി ലാസ്റ്റ് ഡിസിഷനിലെത്തുന്നതിനെയാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്.